നമസ്കാരം. ഇന്ത്യക്ക് വേണ്ടിയല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റാത്ത അവസ്ഥയായി. 70കളുടെ അവസാനമായപ്പോഴത്തേക്കും കിജാങ് എന്ന പേരുള്ള വണ്ടിയുടെ 3rd ജനറേഷൻ ഇന്തോനേഷ്യയിൽ ഓട്ടം ആരംഭിച്ചു. ആളെ കയറ്റാൻ മാത്രമല്ല, അത്യാവശ്യം ലോഡൊക്കെ കൊണ്ടുപോകാനും അറിയാമെന്നുള്ളൊരു വെർഷനും കൂടെ ആ സമയത്ത് വന്നു. അങ്ങനെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രായം മനുഷ്യനെ പോലെ കിജാങ്ങിനെ ബാധിച്ചു. മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കണമെന്നും പറഞ്ഞ് മാത്രം നടന്നിരുന്ന കിജാങ്ങിനെ പെട്ടെന്ന് കിർലോസ്കർ ഇന്ത്യയിൽ നിന്ന് വിളിച്ചു വരുത്തി. അങ്ങനെ വയസ്സായവനെ പിടിച്ച് വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്തു. കിർലോസ്കർ അങ്ങനെ ചുമ്മാന്നും വിളിച്ചു വരുത്തിയതല്ല. 97 പ്ലാന്റും വന്ന് 2000 തൊട്ട് ഇന്ത്യക്കാരൻ്റെ കയ്യിൽ കോളസ് കിട്ടിയും തുടങ്ങി. അത് 2004 വരെ പോയി. അങ്ങനെ ആദ്യം വന്ന കോളസിൻ്റെ രൂപം ഇതായിരുന്നു. പിന്നെ കിജാങ്ങുമായിട്ട് ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. ഉമ്മറത്ത് വന്ന മാറ്റം ഗ്രില്ല്, ലൈറ്റ്, ബമ്പർ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് ആയിരുന്നു. ഇനി പിന്നാമ്പുറത്തെ കാഴ്ചയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കോളസിൻ്റെ റൂഫിന് കുറച്ചും കൂടെ പൊക്കമുണ്ട്. അടുത്തത് ഡാഷ്. കുറച്ചെങ്കിലും പുതുമ ഡാഷിന് മാത്രമായിരുന്നു. കാരണം കോളിസും വലിയ ഗെറ്റപ്പ് എന്നുള്ള വണ്ടിയല്ലായിരുന്നു. അങ്ങനെ 2 ഭാവങ്ങളിലുള്ള കോളിസ് നമുക്ക് കിട്ടി. ഒരു പ്രീ ഫേസ് ലിഫ്റ്റും ഒരു ഫേസ് ലിഫ്റ്റും. പ്രീ ഫേസ് ലിഫ്റ്റിന് ആകെ മൊത്തം 3 വേരിയൻ്റ് ഉണ്ടായിരുന്നു: FS, GS, GST. ഇനി ഇതൊന്നും പോരാ, അങ്ങനെയുള്ളവർക്കായിട്ട് GST, ടി എന്ന് പറഞ്ഞാൽ ടൂറായിരുന്നു. ഈ വേരിയൻറ്റിലായിരുന്നു പെട്രോൾ എഞ്ചിനും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ആ എഞ്ചിൻ 1RC എന്ന് കോഡ് ചെയ്ത്. പിന്നെ എഡിഷൻ്റെ ജാഗരയായിരുന്നു. ആനിവേഴ്സറി എന്ന്, ഫെസ്റ്റിവൽ എന്ന്, മിസ്റ്റ് എന്ന്, അങ്ങനെ പറയേണ്ട കുറേ. ആകെ കോസ്മെറ്റിക്കിലെ വ്യത്യാസമുള്ളൂ, അല്ലാതെ വണ്ടിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. മെക്കാനിക്കൽ സൈഡ് എല്ലാം പഴയതുപോലെയാണ്. അങ്ങനെ 2002 പുതിയ ഫേസ് ലിഫ്റ്റ് വന്നു. അങ്ങനെ ഫേസ് ലിഫ്റ്റിൽ ഏറ്റവും ടോപ്പിൻ്റെ RS ആയിട്ട് മാറി. അതായത് GST എന്നുള്ള വേരിയൻറ്റ് മാറി, അത് RS ആയി. RS എന്നത് സെൻസേഷണൽ വണ്ടിയായിരുന്നു. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ആദ്യം ടാക്കോമീറ്റർ, പിന്നെ ബമ്പർ ഗാർഡ്, ക്രോം ഡോർ ഹാൻഡിൽസ്, പില്ലറുകളെല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്തതായിരുന്നു. അലോയ്സ് ഉണ്ടായിരുന്നു, റിയർ വൈപ്പർ, ഡീഫോഗർ, വാഷർ. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഗാർഡുണ്ട്, ഒരു പ്ലാസ്റ്റിക് ഗാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം ഇന്ന് കാണുന്ന വാഹനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഉള്ളൊരു. ഇതൊന്നും കണ്ടിട്ട് കോളസിനാരും തെറ്റിദ്ധരിക്കല്. കുറുകിയ പാൽച്ചായ മാത്രമല്ലായിരുന്നു കട്ടൻ കാപ്പി വേരിയൻറ്റ് കോളസിലുണ്ടായിരുന്നു. പവർ സ്റ്റിയറിംഗ് പോലും ഇല്ലാത്ത വണ്ടി അന്നുണ്ടായിരുന്നു. പിന്നെ AC. എടുത്തു പറയേണ്ടത് RSൽ മാത്രം വന്നിരുന്ന ഈ ക്യാപ്റ്റൻ സീറ്റ്. ഈ ദാരിദ്ര്യം പെയിൻറ്റുകളിലും പ്രകടമായിരുന്നു. ചുവപ്പ്, അതേപോലെ തന്നെ വെള്ള, നീല, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് കുറച്ച് കളർ ഉണ്ടായിരുന്നു, മെറ്റാലിക് ടച്ചൊന്നും ഇല്ലാത്തത്. പിന്നെ ഇതൊക്കെ FSലായിരുന്നു. അത് 10 സീറ്റർ വണ്ടിയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഇത് മാത്രമല്ല കോളിസ് എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. എന്താണ് കോളിസ് എന്ന് ഞാൻ അറിഞ്ഞത് ഈ മുന്നിൽ കാണുന്ന വാഹനം തന്നെയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം GS ആണ്. അതിൽ B2 എന്ന് പറയും. B2 ഉണ്ട്, B4 ഉണ്ട്. B2 എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. ഇതിൽ കുറച്ച് ഐറ്റം കാണൂല. അതിലൊന്ന് റിയർ വൈപ്പർ, സെൻട്രൽ AC, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കൂല. പക്ഷെ നമ്മളെ വണ്ടിയിൽ ഇതൊക്കെ കയറ്റിയതാണ്. കാരണം എന്ന് വെച്ചാൽ അന്നൊരു RS ഡ്രൈവ് കിട്ടാനായിട്ട് എല്ലാ കോളേജ് ഉടമകളും ഇതിലൊക്കെ ഇങ്ങനെയുള്ള അഡീഷണൽ ഫിറ്റിങ്സ് ചെയ്യുമായിരുന്നു. ഇന്ന് ഇന്നോവയൊക്കെ എടുത്ത് ടൈപ്പ് 4 ആക്കും പോലെ. അങ്ങനെയാണ് പച്ച കോളേജ് എന്ന് പേര് വന്നത്. ഇനി വണ്ടി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാവം വലിയ എഞ്ചിൻ. ഇന്നത്തെ കാലത്ത് ഈ എഞ്ചിൻ വലിയ പവറൊന്നുമില്ല കേട്ടോ. പക്ഷെ കോളേജിൻ്റെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ വണ്ടികളുമായിട്ട് ഇതിനെയൊന്നും കമ്പയർ ചെയ്യല്. അതൊരു ജാമ്യമൊന്നുമല്ല, ഇതാണ് സത്യം. കുറേ മുസലളിയന്മാരിടയിലാണ് ഒരു ക്യൂട്ട് പാവത്താനായിട്ട് കോളേജിൻ്റെ അരങ്ങേറ്റം. പിന്നെ ആ കണ്ട അളിയന്മാരെ വില്ലനായിട്ടാണ് കോളേജ് മാറിയത്. കൂട്ടുകുടുംബങ്ങളുടെ കുത്തകയായ ഇന്ത്യയിൽ കോളേജിനെ വേറെ പിടിപ്പിച്ചത് വേറൊന്നുമല്ല, അതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടും യാത്രാസുഖവും പണി മുടക്കാതെയുള്ള സേവനവുമായിരുന്നു. പോകുന്ന വഴിയും ടയറും തമ്മിലുള്ള സ്നേഹബന്ധം ഷോക്ക് അബ്സറുകളുടെ മധ്യസ്ഥതയിൽ ഭദ്രം. കോളേജ് ഡീസൽ മാത്രമല്ല പെട്രോളും ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം ഇന്ന് ഞാൻ ഒരു ഭയത്തോടെ ഓർക്കുന്നു. കാരണം വലിയ വാഹനങ്ങളിൽ പെട്രോൾ എഞ്ചിൻ നമ്മൾ ഇന്ത്യക്കാർ വെറുതെ പോലെ സ്വപ്നം കാണാറില്ല. മൈലേജിൻ്റെ കാര്യം. അങ്ങനെ പെട്രോൾ വണ്ടി വന്നതുപോലെ തിരിച്ചു വരും.
2000cc 4 സിലിണ്ടർ MPF എന്നാണ് ആ എഞ്ചിനെ പറ്റി അറിയാൻ പറ്റിയത്. കൂടുതലും അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞു. ഈ 2 എഞ്ചിനും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഒന്ന് സ്പീഡാവാൻ. പിന്നെ വാഹനം ഓടിക്കുന്ന സ്പീഡിന് വേണ്ടി മാത്രമല്ലല്ലോ. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്, അത് നല്ല സ്മൂത്താണ്, ടേണിംഗ് റേഡിയസ് കുറവാണ്, എവിടെ നിർത്തി ഓടിക്കുക. നല്ല ഹൈഡ്രോളിക് ക്ലച്ച്, അതിനൊത്ത ഗിയർ ബോക്സ്, ഇതെല്ലാം ക്വാളിറ്റി കൊള്ളാം എന്ന് തന്നെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും. ബ്രേക്കും അതുപോലെയൊക്കെ തന്നെ നല്ലതാണ്. ഇനി പെട്രോൾ ആണെങ്കിലും ഡീസലാണെങ്കിലും ഒരേപോലെ പറയാനുള്ളത് ഇതിൻ്റെ അകത്തെ വിസിബിലിറ്റിയാണ്. ഇതിൻ്റെ തിൻ പില്ലേഴ്സ് എല്ലാം ബ്ലൈൻഡ് സ്പോട്ട് കുറയ്ക്കണം. ഇതിനൊക്കെ ശേഷം കുറേ ടിപ്പിക്കൽ ജാപ്പനീസ് ഫീല് ഈ വണ്ടിയുടെ അകത്തുണ്ട്. പൊതുവേ AC നല്ല തണുപ്പായിരിക്കും. പിന്നെ ആ ഡിജിറ്റൽ ക്ലോക്ക്, പണ്ട് കാലത്തെ 80s 90s ഒക്കെ ട്രെൻഡായിരുന്നത്. ഹാൻഡ് ബ്രേക്ക് സ്റ്റൈൽ അല്പം വ്യത്യസ്തമാണ്. അന്ന് പല വാഹനങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനായിരുന്നു ഹാൻഡ് ബ്രേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അറിയാനായിട്ട് ഫസ്റ്റ് റോ ബെഞ്ച് സീറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മനസ്സിലാവും എത്ര ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറും എന്നുള്ളത്. ചുരുക്കം പറഞ്ഞാൽ സെൻട്രലിരിക്കുന്ന ആൾ സുഖമായിട്ടിരിക്കും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് പിറകെ ഒരു ചെറിയ ബട്ടൺ ഉണ്ടാകുന്ന ഞെക്കിയിട്ട് ആ ഫ്രണ്ട് പൊസിഷൻ ഒന്ന് ടേൺ ചെയ്ത് താഴോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഹാൻഡ് ബ്രേക്ക് ഓഫ് ആവും. ഓണാക്കാനായിട്ട് അതേപോലെ മേലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കോളിസ് അന്ന് അത്ര പ്രാക്ടിക്കലൊന്നും അല്ലായിരുന്നു. അതിനർത്ഥം മറ്റുള്ളവർ പ്രാക്ടിക്കൽ ആണെന്നുമല്ല. ബോട്ടിൽ ഹോൾഡറോ അല്ലെങ്കിൽ ബൂട്ടോ ഒന്നും അന്ന് നിലവിലായിരുന്നു. റിയൽ വീൽ ഡ്രൈവാണ്. ഇതിനെല്ലാം കൂടെ ബന്ധിപ്പിക്കാനായിട്ട് ഷാസിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോഡി റോള് സഹജമാണ്. വേണമെങ്കിൽ പ്രാക്ടിക്കൽ സൈഡ് ഈ ഗ്ലോ ബോക്സിനെ പറയാം, കാരണം ലോക്കബിളാണ്. ഇന്ന് മിക്ക വാഹനങ്ങളും കൊടുക്കാത്ത ഫീച്ചറാണ് ഇതൊക്കെ. സീറ്റുകളെല്ലാം ഓക്കെയാണ്. ഉയരമുള്ളവർക്ക് ചിലപ്പോൾ തൈ സപ്പോർട്ട് കുറവായിരിക്കും. ചിലപ്പോഴൊക്കെ LC70s ആയിട്ടും 100 ആയിട്ടും ഒക്കെ തോന്നാറുണ്ട്. പൊതുവേ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കമ്പനി കോളിസിനെ നിർത്തിയെന്ന് വരെ അന്ന് ഒരു കഥ പടർന്നു. തമാശയായിട്ടൊക്കെ പറയാം, പക്ഷെ ഒരു പരിധിവരെ അത് ശരി തന്നെയായിരുന്നു. അന്ന് കോളിസ് എന്ന വിശ്വാസം തന്നെയാണ് ഇന്ന് പലരും ധൈര്യമായിട്ട് 50 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷമൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.